എല്ലാവർക്കും എന്റെ ഓണാശംസകൾ. ഓണം കുക്കിംഗ് സീരീസിൽ അടുത്ത ഐറ്റമായ എരിശ്ശേരി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. എരിശ്ശേരി മാത്രമല്ല 25ഓളം ഐറ്റംസ് ഞാൻ ഉണ്ടാക്കിയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഈ സദ്യയുടെ പ്രത്യേകത എന്തെന്നാൽ ഇത് ഒരു സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല കേട്ടോ. അങ്ങ് തിരുവിതാംകൂർ മുതൽ ഇങ്ങ് മലബാർ വരെയുള്ള എല്ലാ വെറൈറ്റി ഓഫ് ഡിഷസും എന്റെ സദ്യയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുകൊണ്ട് തന്നെ അങ്ങ് ട്രിവാൻഡ്രത്തുള്ള ബോളിയും പാലക്കാടുള്ള വെണ്ടയ്ക്ക പുളിയും മലബാറിലുള്ള ഞങ്ങളുടെ സ്വന്തം ഉപ്പേരികളും എല്ലാം ഇതിൽ കാണാം. എന്നാൽ കഴിയുന്ന വിധം എല്ലാ സംശയങ്ങളും തീർത്തുകൊണ്ടുള്ള വീഡിയോസ് ആണ് തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷനും കൂടാതെ ഓരോ ഐറ്റംസ് ആയിട്ട് ഉണ്ടാക്കിയിട്ട് ഓണത്തിന് ഷൈൻ ചെയ്യാം. എരിശ്ശേരി ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: മത്തൻ, വൻപയർ, ഉപ്പ്, തേങ്ങ, പച്ചമുളക്, ജീരകം, ചെറിയുള്ളി, വെളിച്ചെണ്ണ, കടുക്, വറ്റൽമുളക്, കറിവേപ്പില. എരിശ്ശേരിയിൽ തേങ്ങ അരച്ചു ചേർക്കുകയും അല്ലാതെ വെളിച്ചെണ്ണയിൽ വറുത്തും ചേർക്കും. ഇത്രയാണ് എരിശ്ശേരിക്ക് ആവശ്യമായ സാധനങ്ങൾ. എരിശ്ശേരി ഉണ്ടാക്കാനായിട്ട് ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് നമുക്ക് മത്തൻ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്ത മത്തനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അതിലേക്ക് തലേന്നേ കുതിർത്ത് വെച്ച വൻപയറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമായ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടിയാണ് ചേർക്കുന്നത്. അതിനുശേഷം മുളക് പൊടി ഇട്ട് കൊടുക്കാം. പിന്നെ അല്പം മല്ലിപ്പൊടിയും, എല്ലാം 1/2 ടീസ്പൂൺ വീതമാണ് ഇട്ട് കൊടുക്കുന്നത്. അതിന്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് കുരുമുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ട് നന്നായിട്ട് വേവിക്കും. ഈ മത്തനും വൻപയറും നന്നായിട്ട് വേവുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട അരപ്പ് തയ്യാറാക്കാം. അതിനായി ഒരു മിക്സി ജാർ എടുത്ത് അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കാം. ഈ അരപ്പിൽ നമുക്ക് വെളുത്തുള്ളി ചേർക്കാം, അല്ലെങ്കിൽ ചെറിയുള്ളി ചേർക്കാം. ഞാൻ ഇവിടെ വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 3 അല്ലി വെളുത്തുള്ളി, പിന്നെ ജീരകം, അല്പം മഞ്ഞൾപ്പൊടി, 2 പച്ചമുളക്. ഇത് നന്നായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. നമ്മുടെ മിക്സ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്ക് മത്തനും വൻപയറും വെന്തിട്ടുണ്ടോ നോക്കണം. ഒന്ന് അടപ്പ് തുറന്നു നോക്കാം. ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഈ അരപ്പും മത്തനും വൻപയറും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കണം. തവി വെച്ച് തന്നെ നൈസായിട്ടൊന്ന് സ്മാഷ് ചെയ്ത് കൊടുത്താൽ മതി. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി ഒന്ന് അടപ്പ് വെച്ച് ക്ലോസ് ചെയ്യാം. എന്നിട്ടൊന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമുക്ക് വറുത്തിടാനുള്ള തേങ്ങ തയ്യാറാക്കാം. ഗ്യാസ് ഓൺ ചെയ്ത് ഒരു പാത്രം വെച്ച് കൊടുത്ത് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി കഴിയുമ്പോഴേക്കും ആസ് യൂഷ്വൽ നമ്മൾ കടുകിട്ട് കൊടുക്കും. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുക് പൊട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ചുവപ്പ് മുളക് ഇട്ട് കൊടുക്കണം. പച്ചമുളക് അല്ലെങ്കിൽ ഈ ഒരു ചുവപ്പ് മുളക് ഇട്ടാലും മതി. അതിനുശേഷം നമ്മുടെ കറിവേപ്പില. ഇതെല്ലാം നന്നായി ഒന്ന് വാടി വരുമ്പോഴേക്കും നമ്മുടെ തേങ്ങ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കണേ. തേങ്ങ നന്നായിട്ട് മൂത്ത് വരുമ്പോൾ ഈ കളറിൽ നിന്ന് ഈ ഒരു കളറിലേക്ക് മാറുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യുക. എന്നിട്ട് നമ്മുടെ നേരത്തെ ആ ഒരു കൂട്ടുണ്ടല്ലോ അത് തുറന്നു നോക്കി അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഈ എരിശ്ശേരിയുടെയും കൂട്ടുകറിയുടെയും ഒക്കെ ടേസ്റ്റ് നിർണ്ണയിക്കുന്ന ഒരു പ്രധാന ഘടകം കേട്ടോ ഈ തേങ്ങ വറുത്ത് ചേർക്കുന്നത്. ഇതിലൂടെയാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ ചേഞ്ച് ആവുന്നത്. തേങ്ങ വറുത്തതും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അതേ നമ്മുടെ ടേസ്റ്റി എരിശ്ശേരി ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ എൻ്റെ എല്ലാ വീഡിയോസും കാണുന്ന എൻ്റെ സബ്സ്ക്രൈബേഴ്സിന് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് ബൈ.